എൻ്റെ അമ്മൂമോൾ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവളെക്കുറിച്ച്. ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ മോൾ. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എന്നെ ഇപ്പോൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഓഫീസിലെ തിരക്കുകൾക്കിടയിലാണ് അമ്മയുടെ കോള് വന്നത്. അമ്മയുടെ പരിഭ്രമത്തോടെയുള്ള വിളിയിലാണ് ഞാൻ ഓടിയെത്തിയത്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്വഭാവമാണ് അവളിൽ ഞങ്ങൾ അന്ന് കണ്ടത്. അവളെ ഞാൻ പലയിടങ്ങളിലും തിരഞ്ഞു. ഒടുവിൽ ഞാൻ കണ്ടത് മുറിയുടെ ഒരു മൂലയിൽ ഒറ്റയ്ക്കിരിക്കുന്ന എൻ്റെ പൊന്നുമോളെയാണ്. പല പ്രാവശ്യം അവളെ വിളിച്ചിട്ടും എൻ്റെ ഒരു വിളി പോലും കേൾക്കുകയോ മുഖത്തേക്ക് പോലും നോക്കുകയോ ചെയ്തില്ല. മീര, നീ പോയപ്പോ തൊട്ട് തുടങ്ങിയതാ. നീ എന്റെ കൈയൊക്കെ നോക്ക്. ദേ, കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ മടുത്തു മോളെ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ? എന്നിട്ട് അമ്മ ഇവിടെ? ദേ, അവിടെ ഇരിപ്പുണ്ട്. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുമില്ല. മോളെ മോളെ നീ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്ന? കൈ കണ്ടില്ലേ? ഫോൺ ഞാൻ തരത്തില്ല. വിട്. അമ്മ എന്തേ കാണിക്കുന്നേ? കൈ പിടിക്കാതെ വിടാൻ. മീരെ, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടു കാണിക്കണം. ഹായ്, മോളുടെ പേരെങ്ങനെയാ? അമ്മു. ഹലോ. സാരമില്ല സാരമില്ല. ദേ നോക്ക്, ഇങ്ങ് നോക്ക്. ഭയങ്കര ദേഷ്യവും വാശിയോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. ഇതാ വീട്ടിലെ അവസ്ഥ. ഇത് എത്ര നാളായി നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്? 2 വയസ്സ് വരെ അവൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. നമ്മൾ വിളിച്ച് റെസ്പോണ്ട് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ 2 വയസ്സിന് ശേഷമാണ് അവളിങ്ങനെ ആയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഭയങ്കര വാശി, ദേഷ്യം. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ കളിക്കാനും ഫോണിൽ യൂട്യൂബ് ചാനലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പൊ സ്ക്രീൻ കാണുന്നവരെ കുട്ടിക്ക് സ്പീച്ച് ഉണ്ടായിരുന്നു അല്ലേ? അതിനുശേഷമാണ് അവളിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പൊ സത്യം പറഞ്ഞ മൊബൈൽ ഫോൺ മാത്രമാണ് അവളുടെ ലോകം. കുഞ്ഞിപ്പോ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല, അവളെ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യാറില്ല. അതുപോലെ യാതൊരു തരത്തിലുള്ള റെസ്പോണ്ടും കിട്ടുന്നില്ലല്ലേ? ഓ, ഇപ്പൊ മോൾക്ക് സംസാരിക്കാൻ, അവളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരു തരത്തിലും നമ്മുടെ അടുത്ത് സംസാരിക്കുകയോ നമ്മളെ നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഓക്കെ. എന്തെങ്കിലും ഒരു ചേഞ്ച് മോൾക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ഹേയ്, റിലാക്സ്, ടെൻഷൻ ആവണ്ട. നമ്മുടെ അസസ്മെന്റിന് ശേഷം എനിക്ക് മനസ്സിലായത് അമ്മുവിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റ് കണ്ടീഷൻ എന്നാണ്. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 127 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികളെ അടക്കിയിരുത്താനായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പല കുട്ടികൾക്കും സോഷ്യലൈസേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല കുട്ടികൾ ഡിലേ കാണുക. ഗർഭകാല സമയങ്ങളിൽ അമ്മമാർക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും അവർക്കുണ്ടാവുന്ന ശാരീരികമായ അസ്വസ്ഥതകളിലൂടെയും ജനിതക ശൈലികളിലൂടെയും പ്രസവാനന്തര ബുദ്ധിമുട്ടുകളും ഇതിനൊരു കാരണമാകുന്നു. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ മാക്സിമം അവസരങ്ങൾ കൊടുക്കുക. 2.5 വയസ്സ് വരെ സ്ക്രീൻ നൽകാതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിധ ഡെവലപ്മെന്റ് ഡിലേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം ഏർലി ഇന്റർവെൻഷൻ തെറപ്പികൾ കൊടുക്കുക.